ഗൈസ്, ഇറ്റ്സ് മീ ഷാജി. അപ്പോൾ നമ്മളിന്ന് ചാലിശ്ശേരി സരസ്മേള കാണാൻ പോവാണ് കേട്ടോ. അപ്പോൾ രാത്രിയാണ് പോവണത്. അപ്പോൾ മക്കളൊക്കെ സ്കൂൾ വിട്ട് വന്ന് അവരുടെ ട്യൂഷനൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ നമ്മൾ പോവണത്. അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കൂടെ ഉമ്മയും ഇക്കാൻ്റെ ഉമ്മയും പിന്നെ ഉമ്മാൻ്റെ ഒരു അനിയത്തിയും കൂടിയിട്ടാണ് കേട്ടോ നമ്മൾ പോണത്. അപ്പോൾ നമ്മൾ നമ്മുടെ വീട്ടിൽ നിന്ന് വഴിയിലേക്ക് ഇറങ്ങി. ഈ വഴിയാണ് കേട്ടോ ഇനി നമ്മളിതാ വെള്ളിയങ്കല്ല് റോഡ് പോവാണ് കേട്ടോ. തൃത്താല വഴിയാണ് നമ്മൾ പോണത്. അപ്പോൾ നമ്മൾ ഇപ്പോൾ പോണത് തറവാട്ടിലേക്കാണ് കേട്ടോ. ഉമ്മാനെയൊക്കെ ഇതാ വെള്ളിയങ്കല്ല് പാലത്തിൻ്റെ മുകളിൽ കൂടെ നമ്മളിതാ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ തറവാട്ടിൽ നിന്ന് ഉമ്മാനെയും കൂട്ടിയിട്ട് വേണം കേട്ടോ നമുക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പം ഞങ്ങളിതാ തൃത്താല എത്തിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഉമ്മാൻ്റെ അങ്ങോട്ട് പോവാണ്. അവിടെ ഇതുപോലെ ഒരു കോൺക്രീറ്റ് റോഡാണ് കേട്ടോ. അപ്പോൾ നമ്മൾ തറവാട്ടിലെത്തി. ഇതാണ് നമ്മുടെ തറവാട് കേട്ടോ. ഇക്കാൻ്റെ തറവാട്, ഇക്കാൻ്റെ വീട്. അവിടെ ഉമ്മയും ഉമ്മാൻ്റെ ഒരു അനിയത്തിയും മാത്രമാണ് ഉള്ളത്. ബാക്കി അനിയന്മാരൊന്നും ഇവിടെ ഇല്ല. 2 അനിയന്മാർ ലണ്ടനിലാണ്, പിന്നെ സിസ്റ്റർ ഉള്ളത് കാനഡയിലുമാണ് കേട്ടോ. അപ്പോൾ ഉമ്മ മാത്രമാണ് ഇപ്പോൾ ഇവിടെ താമസിക്കുന്നത്. ഉമ്മാൻ്റെ കൂടെ ഉമ്മാൻ്റെ ഒരു അനിയത്തിയും കൂടിയിട്ടുണ്ട്. അപ്പോൾ അവർ 2 പേരെയും കൂടി എടുത്തിട്ട് ഞങ്ങളിതാ കൂറ്റനാട് വഴിയാണ് കേട്ടോ നമ്മൾ പോണത്. തൃത്താലെന്ന് കൂറ്റനാട് വഴി, അവിടെയാണ് നമ്മൾ ചാലശ്ശേരി അവിടേക്കാണ് പോണത്. അപ്പോൾ അവിടെ കുട്ടികൾ പറഞ്ഞു കുറേ ദിവസമായി ഞങ്ങളിവിടെ സ്ഥലത്തില്ലാത്ത കാരണം കൊണ്ട് അവർക്ക് പോകാൻ പറ്റാതെ. അപ്പോൾ ഇനി 11-ാം തീയതി വരെ ഉള്ളൂ തോന്നുന്നുണ്ട് കേട്ടോ. അപ്പം ഞങ്ങൾ ജസ്റ്റ് ഒന്ന് പോകാമെന്ന് വിചാരിച്ചു. അത്യാവശ്യം നല്ല തിരക്കുണ്ട് കേട്ടോ അവിടെ. എന്താണ് പറയുക, നമ്മൾ പറയണ പോലെ ഒന്നുമല്ല. അവിടേക്ക് എത്തിയപ്പോൾ പകലും രാത്രിയും ഒക്കെ നല്ല തിരക്ക് തന്നെയാണ്. അപ്പോൾ നമ്മൾ ഇതാ ഇങ്ങനെ അപ്പം നല്ല തിരക്കുണ്ട് കേട്ടോ അതിൻ്റെ ഉള്ളിൽ. ഞങ്ങളിങ്ങനെ ഒക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടിനെ കണ്ടു. ഞങ്ങൾ ക്ലാസ്മേറ്റാണ് അനിൽ. അപ്പോൾ അവനോട് സംസാരിച്ചിട്ട് ബാക്കിയുള്ളതും കൂടി ഞങ്ങളിങ്ങനെ കാണണം കേട്ടോ. നമ്മുടെ ചിരട്ടക്കയിൽ അങ്ങനെ എല്ലാ പൊടികൾ, അച്ചാറുകൾ, എണ്ണ, തേനി, എന്താ പറയുക, കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെയുള്ള എല്ലാ ആൾക്കാരുണ്ട്. അവിടുന്ന് അപ്പുറമുള്ള ആൾക്കാരും ഉണ്ട് കേട്ടോ. ഒരുപാട് സ്ഥലത്ത് നിന്ന് വന്നിട്ട് ഒരുപാട് സാധനങ്ങളുണ്ട്. കാണാൻ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. ഞാൻ കുറച്ച് ഭാഗങ്ങളാണ് വീഡിയോ എടുത്തിട്ടുള്ളൂ. ഇനിയും കുറേ ഭാഗങ്ങൾ വീഡിയോ എടുക്കാനുണ്ട്. ഞാൻ ഇനി ഒരു വട്ടം കൂടി ഒന്ന് പോകണം എന്നുണ്ട്. ഞങ്ങൾ എന്താ പറയുക, ബോംബെയിലൊക്കെ പോയി വന്നതിൻ്റെ പിറ്റേ ദിവസമാണ് കേട്ടോ. അപ്പോൾ കുട്ടികളുടെ ഒരു വാശി മാറ്റാൻ വേണ്ടിയിട്ടാണ് അങ്ങോട്ട് പോയത്. അപ്പോൾ ഇനി കുറച്ചും കൂടി സാധനങ്ങളൊക്കെ വാങ്ങണമെന്നുണ്ട്. പിന്നെ അവിടുന്ന് ഞങ്ങളൊരു വെളുത്തുള്ളിയുടെ അച്ചാർ വാങ്ങി കേട്ടോ. അതാണ് നിങ്ങൾ നേരത്തെ കണ്ടത്. നല്ല ടേസ്റ്റ് കിട്ടും. ഞങ്ങൾ അത് മേടിച്ച് കഴിച്ചതിന് ശേഷമാണ് ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത്. അപ്പം ഞങ്ങൾ കുറച്ച് ഭാഗങ്ങൾ കണ്ടിട്ട് ഫുള്ളായിട്ട് കാണാൻ നിന്നിട്ടില്ല കേട്ടോ. ഫുഡ് മേളയുടെ അങ്ങോട്ടൊന്നും നമുക്ക് പോകാൻ പോയിട്ടില്ല, നല്ല തിരക്കാണ്. അപ്പം ഞങ്ങൾ കുറച്ചൊക്കെ കണ്ടിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് പുറത്തേക്ക് വന്നു കേട്ടോ. പിന്നെ ഇക്ക വണ്ടി എടുക്കാൻ പോയി. നല്ല തിരക്കുണ്ട്, കുറച്ച് ദൂരെയാണ് വണ്ടി ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ യൂട്യൂബിൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വേണം കേട്ടോ വീഡിയോസ് കാണാൻ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. ഇനി അടുത്ത വീഡിയോ ഞാൻ ഇപ്പോൾ എന്താ പറയുക, 2 ദിവസത്തിനുള്ളിൽ ഞങ്ങൾ ഒന്നും കൂടി പോകും. അപ്പോൾ ഇനി ബാക്കിയുള്ള ഭാഗങ്ങളൂടി ഞാൻ വീഡിയോസ് ആക്കിയിട്ട് ഇടണ്ട് കേട്ടോ. അപ്പോൾ ബാക്കി ഭാഗങ്ങളൊക്കെ നമുക്ക് അടുത്ത വീഡിയോസിൽ കാണാം കേട്ടോ. ഫേസ്ബുക്കിൽ കാണുന്ന ഫ്രണ്ട്സുകളാണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കല്ലേ.